ഹലോ ഫ്രണ്ട്സ്, ഫോസ്റ്റർ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സാധാരണഗതിയിൽ സിമന്റ് കോൺക്രീറ്റ് ചെയ്തു കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞ് വേണം വെള്ളം ഒഴിക്കാൻ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മൾ സാധാരണ എല്ലാവർക്കും സംശയമുള്ള പല പ്രശ്നങ്ങളും നമ്മളോട് വിളിച്ച് ചോദിക്കാറുണ്ട്. ആ ഒരു പ്രധാന പ്രശ്നത്തിൽ വരുന്ന ഒരു ചോദ്യമാണ് ഈ പറയുന്ന കോൺക്രീറ്റിന് എത്ര സമയം കഴിഞ്ഞിട്ടാണ് വെള്ളം ഒഴിക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് വെള്ളം ഒഴിക്കേണ്ടത്, ഏതെല്ലാം രീതിയിലാണ് വെള്ളം ഒഴിക്കേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഒഴിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കോൺക്രീറ്റ് എന്ന് പറയുന്ന സാധനം ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെയാണ് ഉണ്ടാവുന്നത്. നമുക്കറിയാം, കോൺക്രീറ്റിനകത്ത് മെറ്റല്, എംസാൻഡ്, സിമന്റ്, വെള്ളം, ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മെറ്റലും എംസാൻഡ് സിമന്റും കൂടെ മിക്സ് ചെയ്യും. പക്ഷെ അത് മൂന്നും കൂടെ മിക്സ് ചെയ്തു എന്ന് പറഞ്ഞു യാതൊരു വിധത്തിലുള്ള കെമിക്കൽ റിയാക്ഷനുകൾ നടക്കുന്നില്ല. കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ വെള്ളം അതിനകത്ത് മിക്സ് ആവണം. അപ്പോൾ വെള്ളം മിക്സ് ആയി കഴിയുമ്പോൾ ഈ സിമന്റിനകത്ത് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഈ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. നമ്മൾ സാധാരണയായി കണ്ടുവന്നിരുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. പണ്ട് ഈ നീറ്റ് കക്കയ്ക്കകത്തേക്ക് വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ തിളച്ചു വരുന്ന പോലെ കാണാം. ഇതുപോലത്തെ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് വാസ്തവത്തിൽ സിമന്റിനകത്ത് സംഭവിക്കുന്നത്. ആ തിളയ്ക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ചൂട് അവിടെ ഉണ്ടാവുക എന്നും കൂടി ഒരു കാര്യമുണ്ട്. അപ്പോൾ നമുക്കറിയാം, സിമന്റിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് കൈ ഒന്ന് ടച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ചെറിയ ചൂടുണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു കെമിക്കൽ റിയാക്ഷൻ, അഥവാ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സിമന്റും മെറ്റലും എംസാൻഡും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേക സമയം വരെ ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള റിയാക്ഷൻ നടക്കത്തില്ല. ജസ്റ്റ് ഇതൊന്ന് മിക്സ് ആകുന്നു മാത്രമേ ഉള്ളൂ. എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് കെമിക്കൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ഈ കെമിക്കൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഈ സിമന്റ് ചൂടാകും. സിമന്റ് ചൂടാകുക, അല്ലെങ്കിൽ കോൺക്രീറ്റ് ഫുള്ളായിട്ടൊന്ന് ചൂടാകും. ചൂടായി കഴിയുമ്പോൾ ഇതിനകത്ത് ഈ വെള്ളമെല്ലാം നീരാവിയായിട്ട് പുറത്തേക്ക് പോകും. ഇങ്ങനെ ചൂടാകുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന സംഭവം എന്ന് പറയുന്നത്, ചൂട് കൂടുമ്പോഴത്തേക്ക് നീരാവിയായിട്ട് പുറത്തേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് പല കോൺക്രീറ്റിലും ക്രാക്കുകളൊക്കെ കാണുന്നു. അങ്ങനെ കൂടുതൽ ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ക്രാക്കോ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങനെ കൂടുതലായിട്ട് ഹീറ്റ് ആവാതിരിക്കാനും, അതുപോലെ തന്നെ ഇതിൻ്റെ വെള്ളം ചെന്നിട്ട് ഇതിൻ്റെ ഈ ടെമ്പറേച്ചർ കുറയ്ക്കുക, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇല്ലാതാക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിനകത്ത് ക്യൂർ ചെയ്യുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എംസാൻഡ് അല്ലെങ്കിൽ റിവർ സാൻഡ് എന്ന് പറയുന്ന ഈ 2 സാൻഡിനകത്തേക്ക് മെറ്റലും എംസാൻഡും കൂടെ മിക്സ് ചെയ്ത് ആണ് നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ എംസാൻഡുകളാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. എംസാൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ധാരാളം ജലം ആവശ്യമുണ്ട്. റിവർ സാൻഡിനേക്കാളും കൂടുതൽ വെള്ളം ആവശ്യമുള്ള ഒരു മെറ്റീരിയലാണ് എംസാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ സമയം ഹീറ്റ് ആവാനായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോൺക്രീറ്റിനെ ചൂടാകാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മൾ കണ്ടുവരുന്നതുകൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ വീടുകളിൽ പല സ്ഥലങ്ങളിലും ചെറിയ ക്രാക്കുകളും കാര്യങ്ങളും ഒക്കെ റൂഫിലൊക്കെ കാണിക്കുന്നതിന്റെ പ്രധാന കാരണം ഈ ടെമ്പറേച്ചർ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നത് കൊണ്ടും കൂടെയാണ്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഇതിനെ നിയന്ത്രിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് കോൺക്രീറ്റിംഗ് സമയത്ത് ഇത് സംഭവിക്കുന്നത് എന്നാണ് അടുത്തത് നമുക്ക് പറയാൻ പോകുന്നത്. നമുക്കൊരു കോൺക്രീറ്റിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള 5 ഘട്ടങ്ങളായി തിരിച്ച് ഈ പ്രക്രിയയെ നമുക്ക് പറയാം. ഒന്നാമത്തെ കാര്യം, മിക്സിംഗ് എന്ന് പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഭാഗം, അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഗ്രിഗേറ്റുകൾ അഥവാ എന്നറിയപ്പെടുന്ന മെറ്റല്, എംസാൻഡ്, സിമന്റ്, വെള്ളം എന്നിവ തമ്മിൽ മിക്സ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഫസ്റ്റ് പ്രിഫറൻസ്, അല്ലെങ്കിൽ അതാണ് ആദ്യം നടക്കുന്നത്. അപ്പൊ ഈ പരിപാടി നടന്നു കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് രണ്ടാമത്തെ സെക്ഷൻ ആയിട്ടുള്ള ഒരു ഭാഗം വരും. ഈ ഭാഗം എന്ന് പറയുന്നത് യാതൊരു പ്രവർത്തനങ്ങളും നടക്കാതെയുള്ള ഒരു സ്ഥിതി, അഥവാ നമുക്ക് എങ്ങനെ വേണേലും ഈ സിമന്റ് മിക്സിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ കൊണ്ടുപോകാനുള്ള സൗകര്യത്തിനോ, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എവിടെയാണോ കോൺക്രീറ്റ് ചെയ്യേണ്ടത് അവിടം വരെ എത്തിക്കാനുള്ള ഒരു ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ട്. ചില മിക്സിംഗ് മെഷീനുകളൊക്കെ റോഡിലൂടെ പോയിട്ട് എവിടെയാണോ കൊണ്ട് ഇറക്കേണ്ടത് അവിടെ കൊണ്ടുചെന്ന് ഇറക്കുമ്പോഴാണ് ഇതിനെ സെറ്റിംഗ് ടൈമിലേക്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സമയം, അഥവാ അത് ഡെഡ് പീരീഡ് ആണ്. അതിന് ആ സമയത്ത് ഈ കോൺക്രീറ്റ് ഉറക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ആ ഡെഡ് പീരീഡിലാണ് നമ്മൾ ഈ സാധനം, അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ടുചെന്ന് എവിടെയാണോ നമുക്ക് ഇടേണ്ടത് അവിടം വരെ നമ്മൾ എത്തിക്കേണ്ടത്. ഇത് രണ്ടാമത്തെ ഒരു സെക്ഷനാണ്. ഇനി അടുത്ത മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് കോൺക്രീറ്റിന്റെ കാഠിന്യം ഉണ്ടാകുക, അഥവാ ഉറയ്ക്കുക. കോൺക്രീറ്റ് ഉറയ്ക്കാൻ തുടങ്ങുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ കോൺക്രീറ്റ് ഉറയ്ക്കാൻ തുടങ്ങുന്ന സമയം നമുക്കറിയാം, കുറച്ച് സമയം കഴിഞ്ഞിട്ട്, കുറച്ചൊരു 1-2 മണിക്കൂറിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഉറച്ചിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ഈ കെമിക്കൽ റിയാക്ഷനിലൂടെ സംഭവിക്കുന്ന ഒരു ഫീലിംഗ് കൊണ്ട്, അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുന്നത് കൊണ്ട് ഈ പറയുന്ന കോൺക്രീറ്റ് ഉറയ്ക്കാൻ തുടങ്ങും. ഉറയ്ക്കുക എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്, അല്ലേ?
അപ്പൊ അതിന് ആ ഒരു പ്രോസസ്സിലേക്കാണ് മൂന്നാമത്തെ ഘട്ടമായിട്ടുള്ളത് നടക്കുന്നത്. ഈ മൂന്നാമത്തെ ഘട്ടമായിട്ടുള്ള ഉറയ്ക്കൽ സമയത്താണ് ഏറ്റവും കൂടുതൽ കോൺക്രീറ്റിനുള്ളിൽ ചൂട് ഡെവലപ്പ് ചെയ്യുന്നത്. ഏകദേശം 70°C വരെ ടെമ്പറേച്ചർ റൈസ് ചെയ്യാമെന്നാണ് കണക്കുകൾ പറയുന്നത്. അത് മിക്സിങ്ങിന്റെ വ്യത്യാസം, സിമെന്റിന്റെ ഡിഫറൻസ് എല്ലാം കൊണ്ട് പല തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എന്നാൽ തന്നെ 70°C വരെ സിമെന്റ് മിക്സ് എന്ന് പറയുന്ന ഈ കോൺക്രീറ്റ് ചൂടാവാൻ ചാൻസസ് ഉണ്ട്. ഈ 70 ഡിഗ്രിയിൽ കൂടുതലായി കഴിഞ്ഞാൽ പലതരത്തിലുള്ള കംപ്ലൈന്റുകൾ കോൺക്രീറ്റിന് സംഭവിക്കാം. അപ്പൊ നമ്മൾ 70 ഒക്കെ ആണോന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പൊ ചൂട് കൂടുന്നു എന്ന് പറയുന്ന തോന്നൽ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാന്ന് വെച്ചാൽ, ചൂട് കൂടുമ്പോൾ ജലാംശം കൂടുതൽ ബാഷ്പീകരിച്ചു പോകും, അഥവാ ഇവാപറേഷൻ സംഭവിച്ച് നഷ്ടമായിട്ട് ഡ്രൈ ആവാൻ ശ്രമിക്കും. ഇങ്ങനെ ഡ്രൈ ആവുമ്പോഴാണ് വിണ്ട് കീറൽ പോലെയുള്ള ഭാഗങ്ങൾ ഇതിനകത്ത് ഉണ്ടാകുന്നത്. അപ്പൊ ഡ്രൈ ആകുന്നു എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മുകളിലേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫോഗ് ചെയ്യുക, സ്പ്രേ ചെയ്യുക എന്നൊക്കെ പറയുന്ന 2-3 പ്രവർത്തനങ്ങളുണ്ട്. ഇതിൽ ഏത് വേണേലും ചെയ്യാം. നമ്മൾ സാധാരണ വെള്ളം തളിച്ചു കൊടുക്കുക എന്ന് പറയുന്ന അതേ പ്രവർത്തനം തന്നെയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഇത് സംഭവിക്കുന്നത് 1 മണിക്കൂറിന് ശേഷം 1-2 മണിക്കൂറിന് ശേഷമാണ്. വെള്ളം നമ്മൾ എങ്ങനെയാണോ കോൺക്രീറ്റിനകത്ത് ചേർക്കുന്നത് അതിനനുസരിച്ച് ഇതിന്റെ ടൈം കൂടും. അപ്പൊ ടെമ്പറേച്ചർ കൂടാതിരിക്കുക, അല്ലെങ്കിൽ ഇതിന് ഡ്രൈനെസ് കൂടാതിരിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഫോഗ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് ജസ്റ്റ് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതാണ് മൂന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി, ടെമ്പറേച്ചർ കൂടുകയാണെങ്കിലാണ് നമ്മുടെ വീടിന്റെ കോൺക്രീറ്റിന് കൂടുതൽ ക്രാക്കുകളും കൂടുതൽ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതെന്ന്. അപ്പൊ അത് ഒഴിവാക്കാനാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രമിക്കേണ്ടത്. നാലാമത്തെ ഒരു ഭാഗമാണ് ഈ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടുകയും ഇതിന്റെ ഹാർഡ്നെസ് പെട്ടെന്നാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം നമുക്കറിയാം. ഗ്ലാസിനകത്തൊക്കെ സംഭവിക്കുന്ന പോലെ, ഗ്ലാസ് ഒക്കെ നമുക്കറിയാമല്ലോ, ചിന്നലുകൾ ഉണ്ടാകും, ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. അപ്പൊ അങ്ങനത്തെ ഒരു ടെംപ്റ്റേഷൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഈ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഹാർഡ്നെസ് ആകുന്ന ഇത് ഉറയ്ക്കുന്നതിന്റെ കുറച്ച് സ്പീഡ് നിയന്ത്രിക്കേണ്ടി വരും. അതിന് പല കെമിക്കലുകൾ നമുക്ക് അവൈലബിൾ ആണ്. കെമിക്കലുകൾ നമ്മൾ ചിലത് കണ്ടിട്ടുണ്ട്, അഡിക്റ്റീവ്സ് ആയിട്ട് ഇതിനകത്ത് ചേർക്കാറുണ്ട്. ചില കെമിക്കലുകൾ നമ്മുടെ കോൺക്രീറ്റിനകത്ത് മിക്സ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ടാണോ സാധാരണഗതിയിൽ 2 മണിക്കൂർ കൊണ്ട് ഹാർഡ് ആവുന്നത്, ചിലപ്പോൾ ഒരു 4 മണിക്കൂർ കൊണ്ടോ 5 മണിക്കൂർ കൊണ്ടേ ഹാർഡ് ആകത്തുള്ളൂ. അപ്പൊ ഇതിനകത്ത് വെള്ളം റീറ്റെയിൻ ചെയ്യും, ഇതിനകത്ത് കുറെ നേരം തങ്ങി നിൽക്കാനുള്ള ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ ആ ടെമ്പറേച്ചറിനെ അവൻ കുറച്ചു നിർത്താനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നത് ഈ ഹൈഡ്രേഷൻ എന്ന് പറയുന്ന സ്വഭാവം ഇല്ലാതെയാവും. ഈ ഹൈഡ്രേഷൻ സംഭവിച്ചു കഴിയുമ്പോഴാണ് ഈ വെള്ളം ഇതിനകത്ത് നിന്ന് നഷ്ടപ്പെട്ടിട്ട് ഈ പറയുന്നതിന് ക്രാക്കുകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അതാണ് ഈ പറയുന്ന നാലാമത്തെ സിസ്റ്റം, വേഗത നിയന്ത്രിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ സെറ്റിംഗ് ടൈം നിയന്ത്രിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നാലാമത്തെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. അഞ്ചാമത്തെ കാര്യമാണ് സ്ഥിരമായ ഒരു ഉറയ്ക്കൽ. അഥവാ നമുക്കറിയാം, കോൺക്രീറ്റ് കുറച്ച് ദിവസം, ഒരു 7 ദിവസമായി കഴിയുമ്പോൾ സിമെന്റ് കോൺക്രീറ്റ് ഏകദേശമൊക്കെ ഉറച്ചിട്ടുണ്ടാവും, അതിന്റെ ഫസ്റ്റ് ഗ്രേഡ് ഹാർഡ്നെസ് ആയിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞൊരു 24 to 28 days ആകുമ്പോഴത്തേക്ക് നല്ല ഹാർഡ്നെസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവും. ചിലപ്പോൾ അത് സിമെന്റിന്റെ വ്യത്യാസം കൊണ്ട് ചിലപ്പോൾ 30 ദിവസമോ 40 ദിവസമോ ഒക്കെ ആവാം. എന്നാലും 28 days കൊണ്ട് മാക്സിമം അത് ഹാർഡ്നെസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഈ ഹാർഡ്നെസ് ആകുന്ന പ്രോസസ്സിനാണ് അഞ്ചാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് മാക്സിമം ഹാർഡായിട്ട് വരാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഒരു 16-17 ദിവസം കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു 20 ദിവസം വരെ നമുക്ക് കോൺക്രീറ്റ് ചെയ്തതിന്റെ തട്ടോ കാര്യങ്ങളോ അതിന്റെ പോസ്റ്റുകളോ അല്ലെങ്കിൽ ജാക്കിയോ അങ്ങനെയുള്ളതൊന്നും മാറ്റാതെ തന്നെ നമ്മൾ നിലനിർത്തണം. കാര്യം എന്ന് പറഞ്ഞാൽ ചില വ്യത്യാസങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ചെറിയ ഇടിയുകയോ അങ്ങനെയുള്ള ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മാക്സിമം ഹാർഡ് ആകുന്നത് വരെ ഇതിന്റെ തട്ടും കാര്യങ്ങളും ഒക്കെ അവിടെ തന്നെ, ഈ ആക്രോസ്പാനും ജാക്കിയൊക്കെ അവിടെ തന്നെ, ഷട്ടറും എല്ലാം അവിടെ തന്നെ നിർത്തണം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഒരു 16 ദിവസം മുതൽ 20 ദിവസത്തിനുള്ളിൽ വരെ നമ്മൾ എന്തായാലും ഈ സ്പാനും ജാക്കിയും ഷട്ടറും എല്ലാം അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്കൊരു വിശ്വാസം ഉണ്ടാവത്തുള്ളൂ എന്നുള്ളതാണ് പ്രധാന കാര്യം. ചിലരൊക്കെ പറയും 10 ദിവസം കഴിയുമ്പോൾ നമുക്ക് എടുക്കാമെന്ന് പറയും. പക്ഷെ എന്നാലും നമ്മൾ അതിനൊരു പെർഫെക്ഷൻ കിട്ടണം. 7 ദിവസം ആകുമ്പോൾ സെറ്റ് ആകും എന്നിരുന്നാൽ പോലും നമുക്ക് ഒരു 16 മുതൽ 20 ദിവസത്തിനുള്ളിലാണ് അതിന്റെ മാക്സിമം. 28 ദിവസമാണ് അതിന്റെ ഫുൾ സെറ്റിംഗ് ടൈം എന്നൊക്കെ പറയുന്നതെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ 5 രീതിയിലാണ് അല്ലെങ്കിൽ 5 തരത്തിലുള്ള സിസ്റ്റംസ് ആണ് ഈ കോൺക്രീറ്റിനകത്ത് സംഭവിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ എന്താണ് കോൺക്രീറ്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ കോൺക്രീറ്റ് കഴിഞ്ഞാൽ എങ്ങനെയാണ് വെള്ളം ഒഴിക്കേണ്ടതെന്ന് നമുക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള സിമെന്റും വെള്ളവുമായിട്ട് മിക്സ് ആയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നടക്കുന്ന ഒരു രാസപ്രവർത്തനത്തിന് എക്സോതെർമിക് പ്രക്രിയ എന്നാണ് നമ്മൾ സാധാരണ അതിന്റെ ടെക്നിക്കൽ നെയിം എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്സോതെർമിക്സ് സംഭവിച്ചു കഴിയുമ്പോഴുണ്ടാകുന്ന കുറെ കാര്യങ്ങൾ, ഈ പറയുന്ന ചൂടാവല്, കുറച്ച് കഴിയുമ്പോഴുണ്ടാകുന്ന സ്ഥിരത, അല്ലെങ്കിൽ അതിന് ഹാർഡ് ആവുന്ന സ്വഭാവം, ഇങ്ങനെയുള്ളൊരു ടെംപ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾക്ക് സാധാരണഗതിയിൽ ഒരു കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറിന് ശേഷം നമുക്ക് ഇതിന്റെ ടെമ്പറേച്ചർ വർദ്ധിക്കാതിരിക്കാനായിട്ട് ഒന്ന് നല്ല രീതിയിൽ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. സ്പ്രേ ചെയ്ത് കൊടുത്ത് എല്ലാം സെറ്റ് ആക്കണം. അതിനുശേഷം 24 hours അല്ലെങ്കിൽ ഒരു 12 to 24 hours നമുക്ക് മാക്സിമം
അതിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ ക്രാക്കുകൾ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഒരു 4 മണിക്കൂറിന് ശേഷം ഇതിന്റെ ടെമ്പറേച്ചർ താഴേക്ക് കുറയാൻ തുടങ്ങും. 4 മണിക്കൂറിലൊക്കെ ചിലപ്പോൾ ഹൈ ടെമ്പറേച്ചർ വരെ 70 ഡിഗ്രിക്ക് വരെയൊക്കെ അടുത്ത് വരാം. അങ്ങനെ വന്നിട്ട് പിന്നെ ഈ ടെമ്പറേച്ചർ ഇങ്ങനെ താഴാൻ തുടങ്ങും. താഴാൻ തുടങ്ങുമ്പോഴും ചില പ്രശ്നങ്ങൾ ഉണ്ടാവും, ക്രാക്കുകൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഇടവിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ ചെറുതായിട്ട് ഇതിനെ ഒന്ന് ഫോഗ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വെള്ളം തളിച്ചു കൊടുക്കുകയോ ചെയ്തില്ലെങ്കിൽ നല്ല രീതിയിലുള്ള ക്രാക്കുകൾ വീഴാൻ ചാൻസസ് ഉണ്ട്. മാത്രവുമല്ല, നല്ല വെയിലുള്ള സമയങ്ങളിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ജലം ഇതിനകത്ത് നിന്ന് നീരാവിയായി പുറത്തു പോകും. അപ്പം ടെമ്പറേച്ചറും പ്രധാനമായിട്ട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വെയിലാണോ മഴയാണോ, അങ്ങനെ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിന് പോലും ഈ കോൺക്രീറ്റിനെ പല രീതിയിൽ ബാധിക്കാനുള്ള കാരണങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് നമ്മൾ ഈ പറയുന്ന ഹൈഡ്രേഷൻ എന്ന് പറയുന്ന പ്രവർത്തനം വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട പോലെ സമയങ്ങളിലെല്ലാം കൃത്യമായി വെള്ളം ഒഴിച്ചില്ലെങ്കിൽ നമ്മളുടെ കോൺക്രീറ്റിന് പലതരത്തിലുള്ള ക്രാക്കുകളും പ്രശ്നങ്ങളും പിന്നീട് ഉണ്ടാവാം. ഇതിന്റെ ലൈഫിന്റെ സ്പാൻ വരെ വളരെയധികം കുറയാനുള്ള ചാൻസസും ഈ കോൺക്രീറ്റിന് സംഭവിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ കോൺക്രീറ്റിന്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ ഒക്കെ അറിയാനുള്ള ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ അവൈലബിൾ ആണ്. ഇതൊന്നും വലിയ ടെക്നോളജി ഒരു സിസ്റ്റം ഒന്നുമല്ല. ഒരു മൊബൈലിനകത്തേക്ക് ഒരു ട്രാൻസ്മിറ്റർ ആണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. വളരെ വില കുറഞ്ഞ ടെക്നോളജികളൊക്കെ ഉപയോഗിച്ച് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ നമ്മളൊരു വീടൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ടെക്നോളജീസ് ഒന്നും തന്നെ ഉപയോഗിക്കാറില്ല. വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഒരു വൈഫൈയുടെ സഹായത്തോടുകൂടി കണക്റ്റഡ് ആക്കാൻ പറ്റുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ കാണുന്ന പോലത്തെ ഒരു ടെക്നോളജി ഉണ്ട്. കമ്പിയിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന കോൺക്രീറ്റിനകത്ത് ഇപ്പോഴുള്ള ടെമ്പറേച്ചർ എത്രയാണെന്ന് നമ്മുടെ മൊബൈലിൽ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ നമുക്ക് വെള്ളം വേണമെങ്കിൽ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, വെള്ളം ഒഴിക്കണ്ട എന്നുള്ള തീരുമാനങ്ങൾ എടുക്കാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഈ പറയുന്ന ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് ഡിവൈസുകൾ പോലും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പൊ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കോൺക്രീറ്റിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റിയുടെ ക്യൂറിങ് എങ്ങനെയാണ് ശരിയാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. അതിനൊക്കെയുള്ള ടെക്നോളജീസ് ഇന്ന് അവൈലബിൾ ആണ്. അതൊന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം വീടുകൾ പണിയുന്നവർക്കൊന്നും അതിന്റെ ആവശ്യമില്ല. വലിയ ഹൈ റൈസ് ബിൽഡിങ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള ടെക്നോളജികളൊക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട്. പക്ഷെ വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ടെക്നോളജി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ ടെമ്പറേച്ചർ ആണ് വാസ്തവത്തിൽ ഇവിടെ ഏറ്റവും വലിയ വില്ലനായിട്ട് നമ്മളെ ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ റൈസ് ചെയ്യാതിരിക്കാനും ടെമ്പറേച്ചറിനെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാനും, എന്നാൽ ആവശ്യത്തിന് ടെമ്പറേച്ചർ ഉണ്ടാകുകയും വേണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചറിന്റെ സഹായത്തോടെ കെമിക്കൽ റിയാക്ഷൻ ഉള്ളിൽ സംഭവിക്കുന്നത്. ടെമ്പറേച്ചർ ഇല്ലാതിരിക്കാനും പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്ന് അതിന്റെ പെർഫെക്ഷനിൽ വന്നാൽ മാത്രമേ ഈ പറയുന്ന സിമെന്റ് കൃത്യമായി ഉറക്കുകയുള്ളൂ. അപ്പൊ രണ്ട് സംഭവിക്കണം. നമുക്ക് ടെമ്പറേച്ചർ ആവശ്യമുണ്ട്, എന്നാൽ ടെമ്പറേച്ചർ ഒരു ലിമിറ്റിൽ കൂടുതൽ കൂടാനും പാടില്ല. ഇത് രണ്ടും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വെള്ളം കൃത്യമായി അതിനകത്ത് ഒഴിക്കാനായിട്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ പറയുന്ന കോൺക്രീറ്റിങ്ങിനകത്ത് അല്ലെങ്കിൽ റൂഫ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ. ഇത് ഏത് റൂഫോ അല്ലെങ്കിൽ ലിൻഡലോ അല്ലെങ്കിൽ സൺഷെയ്ഡോ അല്ലെങ്കിൽ താഴെ വരുന്ന DPC നമ്മൾ പറയുന്ന ബെൽറ്റോ ഏത് കോൺക്രീറ്റ് ചെയ്യുമ്പോഴും ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ നമുക്കറിയാം, നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കോൺക്രീറ്റിന്റെ മുകളിലായിട്ട് ഒരു നനഞ്ഞ തുണിയോ അല്ലെന്നുണ്ടെങ്കിൽ ചാക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വെള്ളം ഒഴിക്കും. നല്ല കാര്യമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല സാധനമാണ് ഒന്നെങ്കിൽ കോട്ടൺ ക്ലോത്ത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചണച്ചാക്ക് എന്ന് പറയുന്ന സാധനം. ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിച്ച് നമുക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാം. ചിലർ പ്ലാസ്റ്റിക് കവറിട്ട് മൂടുന്നുണ്ട്. പ്ലാസ്റ്റിക് കവറിട്ട് മൂടുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഹൈഡ്രേഷൻ കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ചണച്ചാക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ക്ലോത്ത്, ഹാർഡ് ക്ലോത്തോ ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് റീറ്റെയിൻ ചെയ്യാൻ പറ്റും, വെള്ളത്തിനെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. നീരാവിയായി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു നല്ല വെള്ളം ഉള്ള സ്ഥലത്ത് മുകളിൽ കൊണ്ടുവന്ന് പ്ലാസ്റ്റിക് കവറാണ് ഇടുന്നതെങ്കിൽ അതിന്റെ താഴെ ഉണ്ടാകുന്ന നീരാവി പിടിച്ച് അതിനെ തന്നെ വീണുകൊണ്ടിരിക്കും. അതിനേക്കാളും കുറച്ചുകൂടെ പെർഫെക്ഷൻ കൂടുതലാണ്. അപ്പൊ നമ്മളൊന്ന് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അതിനകത്ത് ഈ പറയുന്ന വെള്ളം റീറ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റും എന്നുള്ളതും കൂടെ നമുക്കൊരു നല്ല കാര്യമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഇതിനകത്ത്. അപ്പൊ നിങ്ങൾ ഓർക്കുക, ഒരു കാരണവശാലും 2 മണിക്കൂർ 3 മണിക്കൂർ കഴിയാതെ ഒരു കാരണവശാലും കോൺക്രീറ്റിന്റെ മുകളിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന്റെ ടെമ്പറേച്ചർ താഴ്ന്നു പോയിട്ട് ഇതിന്റെ ഹാർഡ്നെസ്സിന് വ്യത്യാസം വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 2-3 മണിക്കൂർ വരെയൊക്കെ വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം വളരെ കണ്ടിന്യൂവാൻ ഒഴിച്ചു കളയരുത്. ഫോഗിങ് അല്ലെങ്കിൽ സ്പ്രേയിങ് മാത്രമേ ചെയ്യാവുള്ളൂ. വളരെ ലൈറ്റ് ആയിട്ട് ഒഴിക്കുകയേ ചെയ്യാവുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2 to 3 മണിക്കൂറെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യണം കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്. ഏകദേശം 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെയാണ് നമ്മുടെ കോൺക്രീറ്റിനകത്ത് ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ ഉണ്ടാവുന്നത്. അപ്പൊ അത് മറക്കാതെ നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ് പ്രധാന ആവശ്യം. ഇതുപോലെയുള്ളൊരു പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ ഏവർക്കും നമസ്കാരം.